പ്രവാസികളുടെ യുവതലമുറയും ഇന്ത്യയുമായുള്ള അവരുടെ വൈകാരിക ബന്ധങ്ങളുമാണ് ആദ്യ ദിവസത്തെ സെഷനുകളിൽ പ്രാമുഖ്യം നേടിയത്. മന്ത്രിമാരായ വയലാർ രവി, ജിതേന്ദ്ര സിംഗ്, മനീഷ് തിവാരി, സച്ചിൻ പൈലറ്റ് എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. പ്രവാസിക്ഷേമം മുൻനിർത്തി ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി രവി അവകാശപ്പെട്ടു. This give an opportunity to interact, to understand what the thinking of the Indian youth as well as the your thinking I can share between. It give an opportunity in the coming days. കൂടുതൽ NRI നിക്ഷേപം ലക്ഷ്യം വെച്ച് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രദർശനത്തിൽ സജീവമാണ്. പൊതുതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സമ്പന്ന പ്രവാസികളെ ചേർത്തു നിർത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് PBDയിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. പ്രവാസികളുടെ പുതുതലമുറയ്ക്കാണ് ഇത്തവണ പ്രവാസി സമ്മേളനം ഊന്നൽ നൽകുന്നത്. അതേസമയം ഗൾഫ് മേഖലയിലെ സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ വേണ്ടത്ര അനുഭാവപൂർണമായ നിലപാട് കൈക്കൊള്ളുന്നില്ല എന്ന ആരോപണവും സജീവമാണ്. കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്കും ഗൾഫിലേക്കുമുള്ള എയർ ഇന്ത്യ നിരക്ക് താരതമ്യം ചെയ്യുമ്പോൾ കിലോമീറ്റർ നിരക്കിൽ ഗൾഫിലേക്ക് 4 ഇരട്ടിയാണ് ഈടാക്കുന്നത്. എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് റദ്ദാക്കുന്നത് പതിവാണെന്നും പി രാജീവ് MP ചൂണ്ടിക്കാട്ടി. ഗൾഫ് റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്ന് സംബന്ധിച്ച കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കാനുള്ള അധികാരം വിമാന കമ്പനികൾക്കാണെന്ന് വാദിച്ചു. ഇത് നിയന്ത്രിക്കുക എളുപ്പമല്ല. പ്രഖ്യാപിത നിരക്കിനേക്കാൾ കൂടുതൽ ഈടാക്കുന്നുവെങ്കിലേ ഇടപെടാൻ കഴിയൂ. നിരക്ക് വർധനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് മിനിസ്ട്രിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതല്ല, എയർ കമ്പനികളാണ് തീരുമാനിക്കുന്നത്. സർവീസ് കൃത്യതയിൽ എയർ ഇന്ത്യ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളുടെ സർവീസ് ഒരു ദിവസം മുടങ്ങിയാലും ആർക്കും കുഴപ്പമില്ല. എന്നാൽ എയർ ഇന്ത്യ 2 മണിക്കൂർ വൈകിയാൽ വലിയ കോലാഹലമാണെന്നും മന്ത്രി പറഞ്ഞു. MC നാസർ, മീഡിയ 1, ഡൽഹി.